ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ മലേഷ്യയിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഒരു ആര്യഭവനിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എയർപോർട്ടിൽ എങ്ങനെയാണ് കാറ് പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശബ്ദം കാരണം അത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ 3 ദിവസത്തേക്കാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. അവിടെ നമുക്ക് സേഫായിട്ട് ഇട്ടിട്ട് പോവാം. ഒരു ദിവസത്തേക്ക് 350 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 3 ദിവസത്തേക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒരു കുഴപ്പമില്ല, സേഫായിട്ട് അവിടെ ഇട്ടിട്ട് അങ്ങനെ പോകാനായിട്ട് പറ്റും. അപ്പോൾ അപ്പുറത്ത് കുഞ്ചൂസും കുട്ടേട്ടനും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീണ്ടും പോയിട്ട് നമ്മുടെ നമ്പർ ഏതാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. കാരണം ഇനി നമ്മൾ 3 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതെവിടെയാണ് കിടക്കണമെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയില്ല. അപ്പോൾ അതൊന്ന് നോക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനൊന്ന് പോയത്. F3 എന്ന് പറയുന്ന നമ്പറിലായിരുന്നു നമ്മുടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതൊക്കെ പോയി ചെക്ക് ചെയ്ത് വന്നു. അപ്പോൾ നമ്മൾ ഫുൾ വൈബിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ അന്ന്. അപ്പോൾ ഞാൻ അതിനെ കയറാൻ പറ്റുമെന്ന് വിചാരിച്ച് നോക്കി നോക്കുമ്പോൾ അവിടെ അത് വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് മുകളിലേക്ക് പോയി. മുകളിലെത്തി ഫുൾ അവിടെ ഇങ്ങനെ നല്ല തിരക്കുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഇതാ ഇങ്ങനെ ശബ്ദമൊക്കെ കാരണം അപ്പോൾ എനിക്ക് ക്ലിയറായിട്ട് പറയുമ്പോൾ ഒന്നും അത് ഒരു ശബ്ദം ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു. അത് കാരണം ക്ലിയർ ആവണുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. നമ്മൾ പോയിട്ട് നേരെ വരിയിൽ നിന്നു, ഉള്ളിലേക്ക് കയറി. നല്ല റഷായിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ അതാ ഇങ്ങനൊരു വീഡിയോ ഇതിൻ്റെ എടുക്കണം എന്നുള്ളത്. പക്ഷേ എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് പറ്റിയത്. പിന്നെ ഞങ്ങൾ നേരെ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറി കേട്ടോ. പിന്നെ അവിടുന്ന് വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റാത്ത കാരണം പിന്നെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഡ്യൂട്ടി പോയി ഷോപ്പിൻ്റെ അവിടേക്ക് എത്തുമല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെയാണ് കേട്ടോ നമ്മളിതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് സേഫായിട്ടുള്ള സ്ഥലത്ത് പോയിരിക്കാമെന്ന് വിചാരിച്ചു. മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വെച്ചു. കുഞ്ചുസ് കുറച്ച് സ്നാക്സൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എയർ ഏഷ്യയിൽ നമ്മളെ വിളിച്ചു. അപ്പോൾ ഇതാ നമ്മൾ പോവുകയായി കേട്ടോ ഇനി മലേഷ്യയിലേക്ക്. Day 1 മലേഷ്യയിലേക്ക് ഇതാ പോകാനായിട്ട് തയ്യാറായി. അവിടെ ഫ്ലൈറ്റിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഞങ്ങളുടെ എല്ലാവരുടെയും ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇതാ നമ്മളെ വെൽക്കം ചെയ്യാൻ അവർ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ബാഗൊക്കെ അവിടെ സേഫായിട്ട് വെച്ചു. ഇനി അവരും ഇങ്ങനെ പറയുമല്ലോ ഓരോ എന്തൊക്കെയാണ് നിങ്ങൾ ഫ്ലൈറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ, അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിനോട് ബൈ ബൈ പറഞ്ഞുകൊണ്ട് മലേഷ്യയിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ 4 മണിക്കൂർ ഫ്ലൈറ്റിലിരുന്ന് ഉറങ്ങി കേട്ടോ. ഞാനൊക്കെ നന്നായിട്ട് ഉറങ്ങി. 7:20 ആയപ്പോഴേക്കും നമ്മൾ മലേഷ്യൻ എയർപോർട്ടിലെത്തി. ഇതാ പോകുന്നതായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. പോണതല്ല കേട്ടോ, അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന അതായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. പിന്നെ ഇത് രണ്ടും ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴേക്കും കുട്ടേട്ടൻ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റി. കാരണം അവിടെ അത്ര എന്താ പറയുക, കുറേ ഒരു സമയം ഒന്നും വേസ്റ്റ് ആവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചാനലൊക്കെ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാനായിട്ട് പറ്റും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ ഗൈഡ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെ കയറ്റി വണ്ടിയിൽ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ കാണുന്നതെല്ലാം മലേഷ്യയുടെ കാഴ്ചകളാണ്. മലേഷ്യൻ കാഴ്ചകൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ Day 1 മലേഷ്യയുടെ നമ്മുടെ ഫുള്ള് ഇങ്ങനെ പ്ലാനുകളാണ് ഇനി കാണാനായിട്ട് പോകുന്നത്. കൊലാലംപൂർ സിറ്റിയിൽ തന്നെയുള്ള കോണ്ടിനെൻ്റൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്, 4 സ്റ്റാർ ഹോട്ടലിലാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് നോർത്തേൺ ടൂർ ഗ്ലോബ് എന്ന് പറയുന്ന ശരത്താണ് കേട്ടോ. അപ്പോൾ ശരത്തിന് ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇതാ നമ്മുടെ ഫുഡ്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒരു 11 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫുഡൊന്നും ഇനി നമുക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ അവർ പറഞ്ഞു ഓക്കെ സർ, ഫുഡുണ്ട്, നിങ്ങൾ കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ വേഗം ഫുഡൊക്കെ പോയി കഴിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് വേഗം ഇറങ്ങി. ഇനി നമ്മൾ ആദ്യം തന്നെ നമ്മൾ പോണത് മലേഷ്യൻ പാലസ് കാണാനാണ്.
എങ്ങനെയാണ് അവിടുത്തെ രാജാക്കന്മാർ ജീവിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. നമുക്ക് പുറത്ത് നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ തന്നെ പുറത്ത് തന്നെ എൻ്റെ 1-2 റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്റ്റാച്യൂവിനെ പോലെ നിൽക്കുന്ന കുതിരയും, കുതിരയുടെ പുറത്തൊരാളിരിക്കണു, പിന്നെ ഒരു കുന്തൊക്കെ പിടിച്ചിട്ട് ഒരാളിങ്ങനെ നിൽക്കണു. ഇവരൊക്കെ ഞാൻ ശരിക്കും ആദ്യം വിചാരിച്ചു ഇതൊക്കെ വല്ല സ്റ്റാച്യു ആയിരിക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ റിയലായിട്ടുള്ള ആൾക്കാരായിരുന്നു. അത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കി കേട്ടോ. പിന്നെ അവിടെ ചെന്ന ദിവസം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ചില സമയത്ത് ഒന്നിങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ വെയിൽ മാറും, കുറച്ചിങ്ങനെ ചെറിയ മഴ വരും. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളമൊക്കെ പോലെ തന്നെയാണ് കേട്ടോ മലേഷ്യയിൽ. വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നില്ല. ദുബായിയുടെ ഒരു കൾച്ചറിനോട് മാച്ചാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ദുബായിൽ ഫുള്ളായിട്ട് ഇങ്ങനെ മണലല്ലേ ഉണ്ടാവുക. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ, മണ്ണ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റണത്. പിന്നെ മറ്റേ പുഴയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ പോലെ തന്നെ മണ്ണ് കളറുള്ള വെള്ളമാണ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചെന്ന ദിവസമൊക്കെ ഫുൾ മണ്ണ് വെള്ളമായിട്ടാണ് കേട്ടോ ഞാൻ കണ്ടത്. പിന്നെ ഇനി ഇവിടുന്ന് നമ്മൾ പോവുകയാണ്. പാലസൊക്കെ ഫുള്ള് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഇനി നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അടുത്തത് നമ്മൾ ഇവിടുത്തെ കുറേ അധികം വീഡിയോസും ഫോട്ടോസൊക്കെ അങ്ങോട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം അങ്ങോട്ട് കണ്ടോളൂ. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിതാ കുറേ ഫോട്ടോസ് വീഡിയോസ് അങ്ങോട്ട് എടുത്ത് തകർത്ത് പൊളിച്ചടുക്കിയിട്ട് ഇനി ഇവിടുന്ന് മെല്ലെ 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 നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ കുട്ടേട്ടനും കുഞ്ചുമൊക്കെ അതാ ഓടി പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അവിടെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പോരാറാകുമ്പോഴേക്കൊക്കെ നല്ല വെയിലായി തുടങ്ങി. അപ്പോൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് മെല്ലെ 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 വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങാനായിട്ട് തയ്യാറായി തുടങ്ങി. കാരണം നമ്മുടെ ഡ്രൈവർ ഉണ്ടായിരുന്നത് രേവതി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയായിരുന്നു. എന്തായാലും അവർ ഇന്ത്യനായിരുന്നു, അവരുടെ നാട് സേലത്താണ് എന്നൊക്കെ അവർ പറഞ്ഞു. മോസ്റ്റ് ഓഫ് അവിടെ വരുന്ന ഡ്രൈവർമാരും ഒക്കെ അവർ ഇന്ത്യൻസാണ് കേട്ടോ. വെച്ചാൽ അവർ ഒരു 4 തലമുറ 5 തലമുറ 6 തലമുറയൊക്കെ മുന്നേ അവർ മലേഷ്യയിൽ പോയിട്ട് സെറ്റിലായിട്ടുള്ളവരാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. പിന്നെ ഞാനൊരു പ്രാവശ്യം ഒരു ടൈം സ്ക്വയറിലേക്ക് നമ്മൾ പോകുമ്പോൾ കയറിയിട്ടുണ്ടായിരുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു. അതിൽ ഡ്രൈവർ പറഞ്ഞത് ആളുടെ മുതുമുത്തശ്ശൻ 1865 1865 അവരുടെ 6th ജനറേഷനിലാണ് അപ്പോൾ ആളിരിക്കണത്. ആൾക്ക് തന്നെ ഒരു നിയർ ടു ഒരു 80 ഏജ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആളങ്ങനെ പറഞ്ഞു, ആളുടെ ഒരു 6th ജനറേഷനാണ് ഇനി ആളുടെ മകൻ്റെ കുട്ടി ഒക്കെ 6th 7th 8th ഒക്കെ ആയി എന്നൊക്കെ പറഞ്ഞു. അവർ ഇടയ്ക്ക് കോയമ്പത്തൂരൊക്കെ വരാറുണ്ട്. കോയമ്പത്തൂരാണ് അവരുടെ കൂടുതലും ഈ ഒരു തമിഴ് ആൾക്കാരാണ് കൂടുതലായിട്ടും മലേഷ്യയിലുള്ളത് കേട്ടോ. അവർ തമിഴ് നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. അവിടെ ഉള്ളവരൊക്കെ തമിഴ് കലർന്നിട്ടുള്ള ഒരു പ്രത്യേക ഭാഷയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് വാർ മോണുമെൻറ്റ്സ് ആണ്. അവിടെ യുദ്ധമൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് യുദ്ധങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ളതാണ് മലേഷ്യ. അങ്ങനെ അവിടുത്തെ യുദ്ധവീരന്മാർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു മോണുമെൻറ്റ്സ്. ഇനി നമ്മൾ അടുത്തതായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ സമയത്ത് അവിടുത്തെ
ഫ്ലാഗൊക്കെ ഹോയിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത്. അവിടുത്തെ പ്രധാനമന്ത്രിയൊക്കെ വന്നിട്ട് ഇവിടെ നിന്നുകൊണ്ടാണ് ഫ്ലാഗ് ഹോയിസ്റ്റും അതുപോലെ തന്നെ ആൾക്കാരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെയാണ് ഇപ്പോൾ നമ്മളൊന്ന് എത്തിയിട്ടുള്ളത്. മലേഷ്യയിൽ ചെന്നപ്പോൾ വളരെ വൃത്തിയുള്ള സ്ഥലമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഞാൻ കണ്ട സ്ഥലങ്ങളൊക്കെ വളരെ വൃത്തിയുള്ളതായിരുന്നു. ഇനിയിപ്പോൾ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ഏറ്റവും കൂടുതൽ മലേഷ്യയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും കുട്ടികൾ ഇവിടേക്ക് പോകുന്നത്. സ്റ്റഡീസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു രാജ്യമായിട്ടാണ് മലേഷ്യ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഒരുപാട് കുട്ടികൾ അവരുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് മലേഷ്യ ചൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ അവിടെ ചെന്നപ്പോൾ അറിഞ്ഞൊരു കാര്യമാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ അടുത്തും കുറേ കുട്ടികൾ പറയാറുണ്ട് കേട്ടോ, സ്റ്റഡീസിന് വേണ്ടിയിട്ട് അവർ മലേഷ്യയിലേക്കാണ് പോകണമെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഒരു നാഷണൽ മോസ്ക്, അവിടുത്തെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോസ്കിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അവിടേക്ക് കയറണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തട്ടൊക്കെ ഇട്ടിട്ട് വേണം കയറാൻ, അല്ലാതെ കയറാൻ പറ്റില്ല. പിന്നെ അവിടെ വരുന്ന എല്ലാവരും ഫുള്ളായിട്ട് ഇങ്ങനെ കൈയൊക്കെ മൂടിയിട്ടുള്ള ഒരു ഡ്രസ്സ് അവർ കൊടുക്കും, അതിട്ടിട്ടാണ് കയറാൻ പാടുള്ളൂ. ഞങ്ങളുടെ ഓൾറെഡി കൈയും ഒക്കെ മൂടിയിട്ടുള്ള ഡ്രസ്സായത് കാരണം ജസ്റ്റ് തല മാത്രം മൂടിയിട്ടുള്ള ഇതിട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ, അവരുടെയൊക്കെ ഒരു പ്രത്യേക തരം ഒരു ഡ്രസ്സ് അവർ കൊടുക്കും, അതിട്ടിട്ടാണ് കയറാൻ പാടുള്ളൂ ഈ പള്ളിയുടെ ഉള്ളിലേക്ക് എന്നുള്ളതാണ്. ഇത് നാഷണൽ മോസ്കാണ് അവിടുത്തെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, അവരൊന്നും പറയില്ല. അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അവരുടെ മോസ്കിനെ കുറിച്ചും അവരുടെ ആ ഒരു കൾച്ചറിനെ കുറിച്ചും ഒക്കെ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഇതിലേറ്റവും വലുത് നമ്മുടെ ഡ്രീം, ഇതാ കാണുന്ന പെട്രോണ ട്വിൻ ടവർ. അയ്യോ, എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ട്വിൻ ടവറിൻ്റെ അവിടെ നിൽക്കുക. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, ട്വിൻ ടവറിൻ്റെ ഉള്ളിൽ സ്വിമ്മിങ് പൂളിൽ പോകാനുള്ള ഒരു ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അന്ന് നാസർക്കിയും അതുപോലെ തന്നെ ഡെന്നി ചേട്ടനൊക്കെ പറഞ്ഞതായിരുന്നു അവരുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ട് വഴി നമുക്ക് അത് സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അവരുടെ കോളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ നാട്ടിൽ വന്ന ശേഷമാണ് അതൊക്കെ മനസ്സിലാക്കിയത്. എന്തായാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ പെട്രോണ ട്വിൻ ടവറിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെ ഒരാൾ ഇരുന്നിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുഞ്ചുവിന് ഇതിനോടൊരു കുറച്ച് പ്രാന്തുള്ളതുകൊണ്ട് കുഞ്ചു അതൊക്കെ കുറേ നേരം വീഡിയോസൊക്കെ എടുത്ത് നിന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നോക്കി. അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ മറ്റേ മാളുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഷോപ്പിംഗ് മാളുകളിലൊക്കെ പോയുള്ള പോലെ തന്നെയാണ്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് അവിടെ ഫുള്ളായിട്ടുള്ളത്. ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിക്കണം എന്നുള്ള ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു പെട്രോണ ട്വിൻ ടവർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ദുബായിലൊക്കെ പോയ പോലെ തന്നെയാണ് ദുബായ് മോളിലൊക്കെ പോയതിൻ്റെ. ദുബായ് മോളിൻ്റെ അത്ര വലിയ മോളാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എന്നാലും കുറേയധികം സാധനങ്ങൾ നമുക്ക്, ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് ഇവിടുന്ന് പറ്റും. ഇപ്പോൾ ഈ കാണുന്നത് അവിടെ ഒരു എക്സ്പോ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തിൻ്റെ ആണെന്ന് ജസ്റ്റ് നോക്കി നോക്കുമ്പോൾ അത് സ്പെക്സിൻ്റെ, കണ്ണടയുടെ ഒരു എക്സ്പോ ആണ്. അപ്പോൾ അവിടെ ആർക്കെങ്കിലും കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് പോയിട്ട് കാണിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ തന്നെ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന് നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഇനിയിപ്പോൾ ലെൻസാണോ വേണ്ടത് അതൊക്കെ അവർ നമുക്ക് അവിടുന്ന് പറഞ്ഞു തരും. അല്ല നമുക്ക് ഗ്ലാസ് തന്നെയാണോ നമ്മൾ പ്രിഫർ ചെയ്യണത്, അത് എന്താണെന്ന് വെച്ചാലും അവരതിനുള്ള അടുത്ത നടപടികൾ അവർ നമുക്ക് എടുത്തു തരുന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളത് കുറച്ച് നേരമൊക്കെ നോക്കിയിട്ടോ. പിന്നെ ഫുൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഗുഷി,
പിന്നെ ഷാനൽ, ഇങ്ങനെ പോകുന്ന എല്ലാ തരത്തിലുള്ള ബ്രാൻഡഡ് ഐറ്റംസും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഹ്യൂഗോ ബോസ്, പെർഫ്യൂംസ്, പിന്നെ പ്രാഡ, ഇങ്ങനെ പോകുന്ന എല്ലാ സാധനങ്ങളും നമുക്കവിടെ കാണാനായിട്ട് പറ്റി കേട്ടോ. അപ്പം ഞങ്ങളതൊക്കെ കുറേ നേരം അത് ഫുൾ വാച്ച് ചെയ്തു. ഇവിടെ എന്തൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ളതെല്ലാം ഞങ്ങൾ നോക്കി. നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി കേട്ടോ. ഇനി ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്